Hello friends, assalamu alaikum. Welcome back to my channel. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വളരെ സിമ്പിൾ ആയിട്ട് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്വീറ്റ് സ്നാക്കിന്റെ റെസിപ്പി ആയിട്ടാണ്. സ്വീറ്റ് ചീസ് റോൾസ് ആണ് നമ്മൾ ഇന്ന് തയ്യാറാക്കാനായിട്ട് പോകുന്നത്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് ഇത് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. ഇതിനു വേണ്ടിയിട്ട് ആദ്യം നമുക്ക് വേണ്ടത് ക്രീം ചീസ് ആണ്. ഞാൻ ഇവിടെ ക്രീം ചീസ് സ്ക്വയേഴ്സ് ആണ് എടുത്തിട്ടുള്ളത്. നിങ്ങളുടെ കയ്യിൽ ചീസ് ട്രയാങ്കിൾസ് ഉണ്ടെങ്കിൽ അതും യൂസ് ചെയ്യാം. ആദ്യം നമുക്ക് ഇതിനെ 3 പീസ് ആയിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കണം. ഒരേ അളവിൽ 3 പീസായിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഇങ്ങനെ എല്ലാ ചീസ് സ്ക്വയേഴ്സും കട്ട് ചെയ്തെടുക്കണം. ഞാനിവിടെ എല്ലാം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്കിനി വേണ്ടത് സമോസ ഷീറ്റ്സ് ആണ്. ഞാനിവിടെ എടുത്തിരിക്കുന്നത് റെഡിമെയ്ഡ് ആയിട്ടുള്ള സമോസ ഷീറ്റ്സ് തന്നെയാണ്. ആദ്യം നമുക്കിതിനെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തെടുക്കാം. നിങ്ങൾക്ക് ഫുള്ളായിട്ട് യൂസ് ചെയ്യണമെങ്കിൽ അങ്ങനെയും ചെയ്യാം. ഞാനിപ്പോൾ ഇത് പകുതിയായിട്ട് മുറിച്ചെടുക്കുകയാണ്. ഞാനിപ്പോൾ ഇത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്കിനി ഇതെങ്ങനെ റോൾ ചെയ്തെടുക്കുന്നത് നോക്കാം. അതിന് വേണ്ടിയിട്ട് ആദ്യം ഒരു പീസ് സമോസ ഷീറ്റ് എടുക്കുക. എന്നിട്ട് അതിൻ്റെ അറ്റത്തായിട്ട് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ചീസിൻ്റെ ഒരു പീസ് വെച്ച് കൊടുക്കണം. എന്നിട്ട് മൈദയും വാട്ടറും കൂടെ ഉള്ളൊരു മിക്സ് വെച്ചിട്ട് അതിൻ്റെ സൈഡൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് ഇതിനെ പതുക്കി ഒന്ന് ടൈറ്റായിട്ട് റോൾ ചെയ്തെടുക്കാം. എന്നിട്ട് രണ്ട് സൈഡും ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം. നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുന്ന സമയത്ത് ആ ചീസ് പുറത്ത് പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. എന്നിട്ട് അതിൻ്റെ ഏറ്റവും അറ്റത്തും കുറച്ച് മൈദ പേസ്റ്റ് അപ്ലൈ ചെയ്തിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ തന്നെ ബാക്കിയെല്ലാം റോൾ ചെയ്തെടുക്കണം. ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ എണ്ണ ചൂടാക്കാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ഓയിൽ നന്നായിട്ട് ചൂടായി വന്നതിന് ശേഷം മാത്രം ഇതിട്ട് ഫ്രൈ ചെയ്തെടുക്കണം. നല്ല ക്രിസ്പി ആയിട്ടും ഗോൾഡൻ കളറായിട്ടും വരുന്നവരെ ഫ്രൈ ചെയ്തെടുക്കണം. ഒരുപാട് ബ്രൗൺ കളറൊന്നും ആവണ്ട. ലൈറ്റായിട്ടൊരു ഗോൾഡൻ കളറായിട്ട് വരുമ്പോൾ തന്നെ നമുക്കിതിനെ എണ്ണയിൽ നിന്ന് മാറ്റാം. ഇപ്പോൾ ഇത് നല്ലൊരു ഗോൾഡൻ കളറായി വന്നിട്ടുണ്ട്. നല്ല ക്രിസ്പി ആയിട്ടും വന്നിട്ടുണ്ട്. നമുക്കിനി ഇതിനെ എണ്ണയിൽ നിന്ന് മാറ്റി ഒരു കിച്ചൺ ടിഷ്യൂയിലേക്ക് ഇട്ട് കൊടുക്കാം. ഇപ്പോൾ ഞാനിതിവിടെ എല്ലാം ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിന് മുകളിലായിട്ട് കുറച്ച് കണ്ടൻസ്ഡ് മിൽക്ക് ഒഴിച്ച് കൊടുക്കാം. കണ്ടൻസ്ഡ് മിൽക്കിന് പകരമായിട്ട് ഷുഗർ സിറപ്പ് ആക്കിയിട്ട് ഒഴിച്ചാൽ മതി, അല്ലെങ്കിൽ ഷുഗർ പൗഡർ ഡസ്റ്റ് ചെയ്ത് കൊടുത്താലും മതി. ഇത്രയേ ഉള്ളൂ. വളരെ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന നല്ലൊരു സ്വീറ്റ് ആയിട്ടുള്ളൊരു സ്നാക്കാണിത്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് എല്ലാവർക്കും ഇന്നത്തെ ഈ റെസിപ്പി ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. പുതിയ നല്ല റെസിപ്പികളുമായിട്ട് വീണ്ടും കാണാം ഇൻഷാ അല്ലാഹ്. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.